ഹലോ, ഫുക്കറ്റ് സീരീസിൻ്റെ അടുത്ത വ്ളോഗുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഒരു ഓൾഡ് ഫുക്കറ്റ് ടൗണിലൊക്കെ പോയ ശേഷം തിരിച്ച് ഞങ്ങൾ റൂമിൽ വന്നു. അവിടെ നിന്ന് ഫ്രഷപ്പ് ആയ ശേഷം ഞങ്ങൾ വീണ്ടും ഇറങ്ങി. നിയറസ്റ്റ് പോർഷനൊക്കെ നമുക്കൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള ബീച്ച് എന്ന് പറഞ്ഞാൽ പത്തോങ് ബീച്ചിനടുത്താണ് നമുക്ക് റൂം ഉണ്ടായിരുന്നത്. അപ്പോൾ പത്തോങ് ബീച്ചിലേക്ക് നടക്കാനായിട്ട് നമ്മൾ ഫ്രഷപ്പ് ആയ ശേഷം ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് ഒരു 1 കിലോമീറ്ററേ ഉള്ളൂ പത്തോങ് ബീച്ച്. അപ്പോൾ നമ്മൾ നടന്നിങ്ങനെ ചുറ്റുപാടുമുള്ള റിസോർട്ട്സിൻ്റെ പേര്, പിന്നെ ഒരു സൈഡ് മൊത്തം പബ്ബുകളും കാര്യങ്ങളുമൊക്കെയാണ്, ഷാക്സൊക്കെയാണ്. അങ്ങനെ നമ്മൾ നടന്നത് പട്ടോങ് ബീച്ചിലെത്തി. പട്ടോങ് ബീച്ചിലെ മെയിൻ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഡ്വെഞ്ചേഴ്സാണ്, സീ അഡ്വെഞ്ചേഴ്സാണ് നമ്മളവിടെ ചെയ്യുന്നത്. അപ്പോൾ ജെറ്റ് സ്കീ ഉണ്ട്, പാരാസെയിലിംഗ് ഉണ്ട്. ഇത് രണ്ടും ചെയ്യാനായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അപ്പോൾ പാരാസൈലിങ്ങും ജെറ്റ് സ്കീ നമുക്ക് സിംഗിളായിട്ട് ഓടിക്കാൻ തരും. ബാക്കിൽ ആളെ ഇരുത്തണമെങ്കിൽ അതിന് വേറെ ബാത്താണ്, 3000 ബാത്താണ്. ഒറ്റയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ 2500 ബാത്തിനൊക്കെ നമുക്ക് തരും. പാരാസെയിലിംഗ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂടുതലുള്ള പാരാസെയിലിങ്ങും ജെറ്റ് സ്കീ ഒക്കെ ചെയ്യാനായിട്ടൊക്കെ അങ്ങോട്ട് പോയി. അപ്പോൾ ഞാനതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിരിക്കുകയാണ്. എനിക്ക് നല്ല പേടിയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് പത്തോങ് ബീച്ചിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈവനിങ് ആയി. അപ്പോൾ അതുകൊണ്ട് പതിയെ ജെറ്റ് സ്കീകളെല്ലാം അവരവരുടെ ജെറ്റ് സ്കീസ് അവർ വണ്ടി കയറ്റി കൊണ്ടുപോവുകയാണ്. ഈവനിങ് ടൈമായി. പാരാസൈലിങ്ങിൻ്റെയും സ്പീഡ് ബോട്ട്, ലോങ് ടെയിൽ ബോട്ട്സൊക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പത്തോങ് ബീച്ചിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഓൾറെഡി നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ബീച്ചാണ്. നമുക്കപ്പോൾ അവിടെ നിന്ന് ഒന്ന് ബീച്ചിൽ സ്പെൻഡ് ചെയ്യണം തോന്നിയാലും പറ്റിയൊരു ബീച്ചാണ്. അപ്പോൾ പാരാസൈലിങ്സൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന വിധമൊക്കെ ഞാനിപ്പോൾ ഇതിനകത്ത് വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, ഒരു സണ്ണി ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് നല്ല സുഖമായിട്ട് നമുക്ക് ബീച്ചിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റി. നമ്മുടെ കാര്യങ്ങളെല്ലാം സീ അഡ്വെഞ്ചേഴ്സും എല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ അവിടെ നിന്ന് പത്തോങ് ബീച്ചിൽ നിന്ന് ഇനിയിപ്പോൾ പോകാനുള്ള പ്ലാനിങ് ചെയ്യണം. അപ്പോൾ അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മളെന്നാൽ പുറപ്പെടാം എന്നുള്ള രീതിക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ആണ് ഞാൻ ഫൈനലൈസ് ചെയ്ത് ഈ ഒരു ക്ലൈമറ്റും കൂടെ ഒന്ന് വീഡിയോ പിടിച്ചത്. എന്നിട്ട് അവിടെ നേരെ തിരിച്ച് നമ്മൾ നടന്ന് നമ്മളുടെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് എത്തി. ഇവിടെയാണ് നമ്മൾ താമസിച്ചത്, സൺഷൈൻ പത്തോങ്. ഒരു 4 സ്റ്റാർ ഹോട്ടലായിരുന്നു സൺഷൈൻ പത്തോങ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ നമുക്കതിൽ ഡിഫറെൻറ്റ് ഫ്ലോർസിലായിട്ടാണ് നമുക്ക് റൂംസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ താഴെ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. എല്ലാ ഫെസിലിറ്റീസും ഉള്ള റൂമിലാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ നമ്മൾ പിന്നീട് ഇറങ്ങിയ സ്ഥലം കാണിച്ചു തരാം.